ഹലോ ബീറ്റ്സ്. അപ്പോൾ നമ്മളെ ഇന്ന് രാവിലെയുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ബായി മച്ചന്മാരെല്ലാവരും കാപ്പി കുടിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണിയായിട്ടാണ് ഈ ഫില്ലർ കെട്ടിക്കൊണ്ടിരിക്കണേ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. വെയിലെങ്ങനെയുണ്ട് ഉണ്ണി? വെയിലിനെ പറ്റി പറയണ്ടെന്നാ. മനുഷ്യൻ കറുത്ത് വെളുത്തിരുന്ന മനുഷ്യൻ കറുത്ത്. ഉണ്ണി ഇത്രയും ദിവസം വെളുത്തിരുന്നതാണ്. ഈ വെയിലൊക്കെ കൊണ്ട് ഉണ്ണി അത്യാവശ്യം നല്ല കറുപ്പ് പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പൈസയൊക്കെ കിട്ടിയിട്ട് വേണം ഉണ്ണിക്കൊന്ന് വെളുക്കാനായിട്ട്, അല്ലേ ഉണ്ണി? അതേനാ വെളുക്കണം. അനിയണ്ണത്തെ ഒരു സൈഡിൽ നിന്ന് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അനിയണ്ണ ഉടായ്പ പണിയാണ് മൊത്തത്തിൽ. നമ്മളിതാ ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. ഈ സ്റ്റാൻഡ് എപ്പോൾ വേണമെന്ന് വീഴാം, അതാണ് അതിൻ്റെ ഒരു പരിപാടി. നമ്മൾ മുകളിൽ നിന്ന് കെട്ടിയ ഫില്ലറിൽ അനിയണ്ണ താഴെ നിന്ന് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പാട്ട് പാടിയിട്ടാണ് അനിയണ്ണ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അനിയണ്ണ എന്തോ പാട്ടാണോ പാടണേ? എന്തിനു പാട്ട് പാടണോ നിങ്ങൾ? പറ. കുറച്ച് പോകാമില്ലേ? ഓ, എന്തൊരു വെയിലുള്ളൂ. നല്ല വെയിലാണ്, രക്ഷയില്ലാത്ത വെയിൽ. ഉണ്ണിക്കഥ കറുത്ത് ഇല്ലാതായിപ്പോയി. ഇനി പണിക്കിറങ്ങിയ സമയത്ത് നല്ല വെളുപ്പായിരുന്നു. എങ്ങനെയായിരുന്നു ഉണ്ണി? നല്ല വെളുപ്പായിരുന്നില്ലേ നീ? വീട്ടിൽ നിന്ന് വെളിയിറങ്ങില്ലായിരുന്നു. അവസാനം വീട്ടിൽ നിന്ന് വെളിയിറങ്ങാതിരുന്ന് പൈസ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഉണ്ണി പണിക്ക് വന്നു. അതാണ് സംഭവം. ഇത് നമ്മളെ ബയ്യന്മാർ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്ത ഫില്ലറിനെല്ലാം അവർ കോൺക്രീറ്റ് സംഭവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. ഇത് നമ്മൾ കെട്ടിത്തീന്ന ഫില്ലറുകളെല്ലാം നമ്മുടെ ഭായിമാർ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നമ്മൾ കാണുന്നത്. അവരവരെ ജോലി അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യും. നമ്മൾ എത്ര പെട്ടെന്ന് കെട്ടിക്കൊടുക്കുമോ അത്രയും പെട്ടെന്ന് തന്നെ അവർ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇറങ്ങി പോകുന്നതായിരിക്കും. ഏറ്റവും വലിയ ഫില്ലർ ലാസ്റ്റാണ്. പന്ത്രണ്ടോ വേണ്ട, ഇത് പൊക്ക് ഇവിടെ നോക്കിയില്ലേ? ഞാൻ ഇവിടെ നിന്നാണ് മറ്റേ സൈഡ് ഇത് കിട്ടിയ അറിയാം. എട്ടമ്പ് മുറിക്കാനായിട്ട് ഒരാൾ പോയിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. സംഭവം ഇപ്പോൾ വരും. എട്ടമ്പ് മുറിക്കാനായിട്ട് രാവിലെ പറഞ്ഞു വിട്ടതാണ്. ഇത്രയും നേരമായി. നമ്മളെ കെട്ടമ്പ് മുറിക്കാൻ കെട്ടമ്പ് ആശാൻ, നമ്മുടെ കട്ടിങ് ആശാൻ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കട്ടിങ് ആശാൻ. മഴ വരണമെന്നാ? മഴ വരട്ടെ, നിങ്ങൾക്ക് ആശാൻ കൈ കാണിച്ചിട്ടോ, ടാറ്റ കാണിച്ചിട്ടോ. ടാറ്റ കാണിക്കും, ടാറ്റ അങ്ങോട്ട് നോക്ക്. അതാണ് കട്ടിങ് ആശാൻ. ഇവിടെ നമ്മൾ എന്ന് പണിക്ക് വന്നോ അന്ന് മുതൽ ഇവിടെയുള്ള എല്ലാ മാങ്ങയും പറിച്ച് സംഭവം അപ്പുറത്തെ വീട്ടിലെ ചേട്ടോട് നിൽപ്പുണ്ട്. ഇന്ന് 2 മാങ്ങ പറിച്ച് 2 എണ്ണം താഴെ പോയിട്ടുണ്ട്. ആ ചേട്ടോടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ കുറച്ചൊരു മാങ്ങ നമ്മളെ കയ്യിലുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കഴിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിക്കാൻ പോകാതെ നേരെ ഷാർജ കുടിക്കാൻ വേണ്ടി തീരുമാനിച്ച്. ഇത് പിസ്ത. ഇതെത്ര രൂപയുടെ ഇന്ന്? 75 രൂപയുടെ പിസ്ത ഷാർജയാണ് കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ വാങ്ങിച്ച ഗ്ലാസ്സില്ലായിരുന്നോടാ? ഓ, ഇന്നത്തെ ഗ്ലാസ് കൊള്ളായിരുന്നു. ആ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇറങ്ങാൻ പോകുന്നില്ല. എനിക്കൊരു ഫ്രീ ആയിട്ട് ഒരു ജ്യൂസ് തന്നിട്ടുണ്ട്.
ഹോട്ടലിലെ വിളിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ പണി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തിട്ട് ഞാൻ ഇനി എവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ഐഡിയ ഇല്ല, എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ടെൻറ്റിനകത്ത് വെക്കാനായിട്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ കൂട്ടുകാരനായ ജോഷിയുടെ കയ്യിൽ ലൈറ്റ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. അപ്പോൾ എന്തായാലും ഞാൻ അവനൊന്ന് വിളിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്.